ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ആൻറ്റിക് ബോട്ടിൽ ആർട്ടാണ്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ചലിക്കുന്ന ക്ലോക്കാണ് ഞാൻ ഇതിൽ ഒട്ടിച്ചിരിക്കുന്നത്. മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബോട്ടിൽ കലണ്ടർ പോലെ തന്നെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒന്ന് തന്നെയാണ് ബോട്ടിൽ ക്ലോക്ക്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമുക്കൊരു പ്ലെയിൻ ബോട്ടിൽ വേണം. ബോട്ടിൽ ഏത് ഷേപ്പിലുള്ളതായാലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1-2 ടിഷ്യൂ പേപ്പേഴ്സാണ്. ഇത് ബോട്ടിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഫെവിക്കോൾ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ലായനി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പേഴ്സ് ബോട്ടിൽ ഒട്ടിക്കുന്നത്. എൻ്റെ ബോട്ടിൽ ഈ ഒരു ഷേപ്പിലായതുകൊണ്ട് ടിഷ്യൂ പേപ്പേഴ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നാക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പഴയ വാച്ചാണ്. ബാറ്ററി പോയതും അതുപോലെ തന്നെ പട്ട കേടുവന്നതായിട്ടുള്ള പഴയ വാച്ച്. ബാറ്ററി പോയതാണെങ്കിൽ നമുക്ക് നന്നാക്കി എടുത്താൽ മതി. ചെറിയ വാച്ചായാലും വലിയ വാച്ചായാലും നമുക്കിതിൽ യൂസ് ചെയ്യാം. വാച്ചിൻ്റെ പട്ടയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ക്ലോക്ക് പോലെയുള്ള ഭാഗം മാത്രം എടുത്തിട്ട് അതിൻ്റെ പിൻഭാഗത്ത് ഫെവിക്കോളോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ ബോട്ടിൻ്റെ സെൻറ്റർ പാർട്ടിലായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ക്ലേ ആണ്. ഫെവിക്രലിൻ്റെ മൗൾഡ് ക്ലേ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഒരു ബോക്സിലായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിൽ റെസിൻ ബേസ് ഹാർഡനർ എന്ന് പറഞ്ഞിട്ട് 2 തരത്തിലുള്ള പാക്കറ്റ് ഉണ്ടാവും. ഇത് രണ്ടും തുല്യ അളവിൽ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ക്ലേ ഉണ്ടാക്കിയെടുക്കാം. അതിനു മുമ്പ് നമ്മുടെ കയ്യിലും അതുപോലെ നമ്മൾ എവിടെ വെച്ചിട്ടാണോ ക്ലേ യൂസ് ചെയ്യുന്നത് അവിടെയൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു പൗഡർ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ 2 പാക്കറ്റിനും തുല്യ അളവിലെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ക്ലേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നന്നായിട്ട് പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ ആ ക്ലേ എടുത്തിട്ട് കട്ടി കുറഞ്ഞ നൂല് പോലെ ആക്കിയെടുക്കണം. നമ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ നമ്പേഴ്സിനും ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നമ്പേഴ്സൊക്കെ നമ്മൾ ബോട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള സൈസിലുള്ള നമ്പേഴ്സാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ പെയിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആക്രിലിക് കളേഴ്സിലോ അല്ലെങ്കിൽ ഫാബ്രിക് കളേഴ്സിലോ ഉള്ള ബ്ലാക്ക് കളർ നമുക്ക് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ബോട്ടിലിന് ഫുൾ കവർ ചെയ്തുകൊണ്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലോക്കിൻ്റെ എഡ്ജ് ഭാഗത്തും നമ്മൾ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യണം, എങ്കിലേ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. എന്നിട്ട് നന്നായി ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മെറ്റാലിക് കളേഴ്സാണ്. കോപ്പർ കളറും ഗോൾഡൻ കളറുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ ബോട്ടിലുള്ള നമ്പേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് മെറ്റാലിക് കളേഴ്സിൽ കോപ്പർ കളർ ആദ്യം അപ്ലൈ ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്തെടുക്കാം. ബോട്ടിലിൻ്റെ പിൻവശത്തും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിന് ക്യാപ്പ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് പൈപ്പിംഗ് ത്രെഡ് ചുറ്റിയെടുക്കണം. എന്നിട്ട് അതിൽ ബ്ലാക്ക് കളർ ആക്രിലിക് കളർ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ 2 മെറ്റാലിക് കളേഴ്സ് കോപ്പറും ഗോൾഡൻ കളറും അതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് റെഡ് മെറ്റാലിക് കളറാണ്. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ നമ്പേഴ്സിനെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈകൊണ്ട് നമ്പേഴ്സിന് മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും ആക്രിലിക് കളറാണ്. ഇതില്ലെങ്കിലും നമ്മുടെ ബോട്ടിൽ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ ബോട്ടിൽ വർക്ക് അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ബെഡ്റൂമിലും ലിവിങ് റൂമിലും ഒക്കെ ഇത് ഷോ പീസായിട്ട് വെക്കാം. ഇനി ക്ലോക്ക് ഇല്ലെങ്കിലും ഇതുപോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വേണം. ഇനി മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.